കാട് അടക്കി ഭരിക്കുന്ന ഈ രാജാവിൻ്റെ പല്ലുകൾ വെടിയേറ്റ് ചിതറിപ്പോകുന്ന ദൃശ്യമാണ് നാം ഇവിടെ കാണുന്നത്. എന്തിനു വേണ്ടിയാണ് കാട്ടിലെ രാജാവെന്ന് നാം വിശേഷിപ്പിക്കുന്ന മാർജാര വംശത്തിലെ ഏറ്റവും വലിയ മാർജാരനായ സിംഹത്തെ ഇങ്ങനെ വേട്ടയാടുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം? നമ്മൾക്ക് പരിശോധിക്കാം. സൗത്ത് ആഫ്രിക്ക, നമീബിയ, സിംബാബ്വെ, മൊസാംബിക്കു, തൻസാനിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇത്തരം നായാട്ടുകൾ നടത്തിവരുന്നത്. ഓരോ സിംഹത്തിൻ്റെയും തലക്ക് ലക്ഷങ്ങൾ വിലയിട്ടാണ് ഇതിന് അനുമതി നൽകുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നാം ഇന്ന് ലോകത്തെമ്പാടും കണ്ടുവരുന്ന ഒരുപാട് ക്രൂരതകളിൽപ്പെട്ട ഏറ്റവും വലിയൊരു ക്രൂരതയായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതൊരു അതിജീവനത്തിൻ്റെ പ്രഹസനമാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഭീമമായ തുക ഓരോ ആഫ്രിക്കൻ രാജ്യങ്ങളും തങ്ങളുടെ ജനങ്ങളുടെ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വനംവകുപ്പും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ഈ ഒരു ഹണ്ടിങ്ങിന് അനുമതി നൽകുന്നു. ഇന്ന് നാം കണ്ടുവരുന്ന പല ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ടൂറിസ്റ്റ് പാക്കേജുകളിൽ പ്രധാനപ്പെട്ട ഒരു ആകർഷണമായിട്ടാണ് ലയൺ ഹണ്ടിങ് അഥവാ സിംഹവേട്ടയെ, സിംഹനായാട്ടിനെ വിശേഷിപ്പിക്കുന്നത്. ടൂറിസമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രധാന വരുമാന മാർഗം. ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള ആഗോള സംഘടനകൾ ഇതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ടെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങൾ പറഞ്ഞത് അവർ ഇത് നടത്തുന്നത് ടൂറിസത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് തങ്ങളുടെ കാടിലെ ആവാസ വ്യവസ്ഥ നിയന്ത്രിക്കാൻ കൂടിയാണ്. അനിയന്ത്രിതമായി സിംഹത്തിൻ്റെ കൂടി വരുന്ന പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഈ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നാം ഇന്ന് കണ്ടുവരുന്ന നമ്മൾ ക്രൂരതകൾ എന്ന് വിശേഷിപ്പിക്കുന്ന പല സംഭവങ്ങൾക്കും പിറകിൽ മറ്റൊരു സത്യം ഉണ്ടായേക്കാം, മറ്റൊരു അതിജീവനത്തിൻ്റെ കഥ കൂടി ഉണ്ടായേക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. കാരണം നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ 5 കൂട്ടുകാർ ചേർന്ന് തുടങ്ങിയ ഒരു പേജാണ് ഈ 7 ടോക്സ് എന്ന പേജ്. നമ്മൾ ഒരുപാട് ടൈമും അതുപോലെ തന്നെ അറിവും ഷെയർ ചെയ്തിട്ടാണ് ഇതുപോലുള്ള വീഡിയോകൾ ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കഴിയാവുന്ന നമ്മളുടെ പരമാവധി കഴിയുന്ന ഒരു തുക നമ്മൾ മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോയിൽ നിന്ന് നമ്മൾ കിട്ടുന്ന വരുമാനം നമ്മൾ നല്ല സമൂഹത്തിന് ഉപകാരപ്പെടുന്ന സേവനങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.